ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്. കുറച്ച് ഡിലേ ആയിപ്പോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി, അമ്പലത്തിൽ പ്രോഗ്രാമാണ്, അപ്പോൾ അങ്ങോട്ട് പോകണം. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ അമ്പലത്തിലെ പൂജ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടി പോവാണ്. എന്തോ ഉത്സവം നടക്കുകയാണ്. അങ്ങനെ റെഡിയായി ഞങ്ങളിതേ പോവാണ്. ക്യാമറ ഓണാക്കി നോക്കുകയാണ് കൊള്ളാമോ എന്നൊക്കെ. അല്ല, വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തതല്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ബാൻഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൂജയൊക്കെ കഴിഞ്ഞ്. അതായത് ഓക്കെ, മാധുവിൻ്റെ ഫ്രണ്ടിനെ കിട്ടി. അവൾ പോയി. ഞാൻ നേരെ എന്നിട്ട് ഹാളിലേക്ക് കയറി. പോവാനുള്ള യാത്രയ്ക്ക് ഈ മൺകുടം തലയിൽ ചുമന്ന് സ്ത്രീകളിങ്ങനെ പോകും. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ഇതേ കൊണ്ടുപോകുന്നുണ്ട്. ആ കുടത്തിൽ ഒഴിച്ച് കൊണ്ടുപോകാനുള്ള കലശപൂജയാണ്, കലശയാത്രയാണെന്നോ അങ്ങനെ എന്തോ ആണ് പറയണം. നമ്മുടെ നാട്ടിലെ ഈ അമ്മൻ കുട എന്നൊക്കെ പറയില്ലേ, കുടം കൊണ്ട് പോകുന്ന അങ്ങനത്തെ. അപ്പോൾ അതെല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെഡിയായി, ലുക്കിൽ സാരി ആർഭാടമായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇതൊക്കെ. അങ്ങനെ പ്രഭാഷണമൊക്കെ നടത്തി, പിന്നെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്ര പുറത്ത് അവർ ഇങ്ങനെ നല്ല ഡാൻസ്, പാട്ട്, പൂജ, ബാൻഡ് എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഇവർ ഈ കലശയാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ അവരത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോഴായിരിക്കും അത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുറി, അതിൽ ഭസ്മം, ചന്ദനം കൊണ്ടുവന്നു, മഞ്ഞക്കുറി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞാൻ എത്തി, അത് അടുത്ത ചുവന്ന കുറി എടുത്തു. അപ്പോഴത്തേക്കും ഇനി മൂന്ന് കളറുണ്ടായിരുന്നു. വെള്ളയാണെന്ന് തോന്നുന്നു, വെള്ളക്കുറി ഉണ്ട്, ഭസ്മം ഉണ്ടായിരുന്നു. അതപ്പോഴത്തേക്ക് പോയി, കറങ്ങി അതങ്ങ് പോയി. പിന്നെ എല്ലാവരും കഴിച്ചു. മൺകുടം തലയിൽ വെച്ച് പോവാൻ വേണ്ടിയിട്ട് എല്ലാവരും വരിവരിയായിട്ട് അവരവരുടെ മൺകുടങ്ങൾ, അവിടെ കൊണ്ട് വച്ച മൺകുടങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. അവർ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയും ഭക്തിയിൽ നിൽക്കുകയാണ്. അപ്പം നമുക്കും അവിടെ നിൽക്കുമ്പോൾ നമ്മളും അങ്ങനെ അത്രയും ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. ആകാംക്ഷയുണ്ട്, ഭക്തിയുണ്ട് കേട്ടോ. നമുക്കും ആ ഒരു അതറിയാം, ഭക്തം നമുക്ക് തോന്നിപ്പോവും മനസ്സിൽ, അവരുടെ ആ ഭക്തി കാണുമ്പോൾ. അങ്ങനെ അവർ നടന്നു തുടങ്ങി. ഇത് പുറത്തു പോയി ഒരു വലത്, ഈ നമ്മുടെ ഇതിനകത്ത് ഒരു വലത് അവർ എവിടെയോ പുറത്തെങ്ങാണ്ടോ പോയിട്ട് വരും. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു അവർ തിരിച്ച്. അങ്ങനെ അവർ പുറത്ത് ഇറങ്ങി നിന്നു. അങ്ങനെ അവർ പോകാൻ വേണ്ടി എല്ലാവരും പുറത്തോട്ട് ഇറങ്ങണം. അകത്ത് നിന്ന് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ തോരണങ്ങളും കൊടികളൊക്കെ ആയിട്ട് അവരത് പോയി തുടങ്ങി. കുട്ടികളും മുൻപേ ഉണ്ട്. കുട്ടികൾ കന്യകമാരും കൂടെ എടുക്കും കേട്ടോ. അങ്ങനെ അവരും എടുത്തു. അപ്പോൾ ഭയങ്കര കാറ്റടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നും. അത്രയും സമയം ഭയങ്കര വെയിലായിട്ട് നടന്നിട്ട് പെട്ടെന്ന് മഴ പെയ്തപ്പോൾ സത്യമായിട്ട് എനിക്ക് രോമാഞ്ചം വന്നു കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് വന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ല, അതെന്ത് പറയാനല്ലേ. ഭയങ്കര പെട്ടെന്ന് മഴ പെയ്തു. ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ, മാറിയില്ല. പിന്നെ അവരൊക്കെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് മാറി. അപ്പോൾ നല്ല മഴ കൂടി. അങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇതിനകത്തോട്ട് കയറി നിന്നു. അത്ര മഴയാണ്, അത്ര ശക്തമായ മഴയാണ്. അങ്ങനെ ഇവളോടെയാണ് കേട്ടോ ഞാൻ പോയത്. അങ്ങനെ അവർ തിരിച്ചു വന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. മഴയൊക്കെ നനഞ്ഞ് തണുത്ത് വിറച്ച്. എന്നിട്ട് അവർക്കൊന്നും ഒരു കൂസലില്ല കേട്ടോ. ഭയങ്കര ഡാൻസും പാട്ടും ഭക്തിയും എല്ലാം കലർന്ന ഒരു നമ്മുടെ സറൗണ്ടിങ് ആയിരുന്നു. അവർ വന്ന് കലങ്ങൾ തലയിൽ നിന്ന് മാറ്റിയിട്ടില്ല, അതിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അമ്പലമല്ലേ, എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ച് നിന്നാണ്. പക്ഷേ ഞാനും എടുത്തു കേട്ടോ. അതുകൊണ്ട് ഞാനും എടുത്തു. ഞാനായിട്ട് ഇനി കുറയ്ക്കുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അവർ കയറാൻ വേണ്ടി സ്റ്റെപ്പിൻ്റെ അവിടെ മരുവരിയായിട്ട് അടുക്കി നിന്നു. പക്ഷെ കയറിയില്ല. അപ്പോഴാണ് ഞാൻ കണ്ടത്, കുട്ടികൾക്ക് ദക്ഷിണ നൽകുന്നുണ്ടായിരുന്നു. ഒരു അങ്കിള് ദക്ഷിണ നൽകിയാണ് കയറ്റുന്നുണ്ടായിരുന്നു. കന്യകമാരായ കുട്ടികൾ, കന്യകരല്ലേ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് കൊടുത്ത് കയറ്റി. അത് കഴിഞ്ഞ് എല്ലാവരും ആരതി ഒഴിഞ്ഞ് അങ്ങനെ ഒരു കൊച്ചിങ്ങനെ നിന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്തൊരു ഫീലായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിൽക്കുന്നില്ലേ മാമൻ, എല്ലാവരും കാലിലും തൊട്ട് വണങ്ങുന്നുണ്ട്. ചിലർ മൈൻഡ് ചെയ്ത് കയറി പോകുന്നുണ്ട്. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാമെന്ന് കരുതി ഫ്രണ്ടിലോട്ട് വന്ന് എടുത്തു. എല്ലാവരും തൊഴുതാണ് അകത്ത് കയറ്റിയത് കേട്ടോ. അദ്ദേഹത്തിന് ആ ഒരു ഭക്തി തോന്നി കാണണം.
കൊച്ചു പിള്ളേരുടെ കാലിലൊരു വണങ്ങിയാണ് നിൽക്കുന്നത്. വാസു അതിൻ്റെ ഇടയിൽ ഉണ്ട്. പിള്ളേർക്കൊക്കെ എന്തോ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഓടിപ്പോയതാണ്. അതിന് ഇവളുടെ കയ്യിൽ കുടമില്ലല്ലോ. എന്തൊക്കെയോ മന്ത്രം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവരെന്താണ് ഈ മന്ത്രം പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇത് ചിരിച്ചുകൊണ്ട് പോകുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കുടം കൊണ്ടുവന്ന് ഭഗവാന്റെ നടയിൽ വെച്ചു. അതിനുശേഷം ഉറക്കെ മന്ത്രം ഇങ്ങനെ ഉച്ചരിക്കുകയാണ്. പിള്ളേരെ കയ്യിൽ കണ്ടില്ല, ദക്ഷിണയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഷോളൊക്കെ തലയിലിട്ട്, അതിനാണ് ഞാൻ ഷോള് കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആരതി, ഭഗവാൻ ആരതി എടുത്തു. സന്ധ്യാസമയമായി ഭഗവാൻ ആരതി എടുത്തു. നമ്മൾക്ക് കയ്യിൽ ഒരു പിടി പൂ തന്നു ഭഗവാന്റെ തിരുനടയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കൊണ്ടുപോവുകയാണ്, ഭഗവാന്റെ മുന്നിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി സാഷ്ടാംഗം നമിച്ച് നമുക്ക് അടുത്ത് നിന്ന് നമുക്ക് തൊഴാൻ പറ്റി കേട്ടോ. രാമൻ, സീത, ലക്ഷ്മൺ, ഗണപതി, കൃഷ്ണൻ, രാധ എല്ലാവരും ഉണ്ട്. പ്രസാദമൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിൽ തിരിച്ച് പോയി കേട്ടോ. 7:30 മണിയായപ്പോൾ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.